ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഹാമേഴ്സിനെ കുറിച്ചാണ്. ഹാമേഴ്സ് അഥവാ ചുറ്റിക, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഹാമേഴ്സ് എന്ന് പറഞ്ഞാൽ? ഹാമേഴ്സ് ആർ യൂസ്ഡ് ടു സ്ട്രൈക്ക് എ ജോബ് ഓർ എ ടൂൾ. എന്താണ് ഹാമേഴ്സ് അഥവാ ചുറ്റിക എന്ന് പറഞ്ഞാൽ? എന്തിനാണത് യൂസ് ചെയ്യുന്നത്? ഒരു ജോബിനെ അഥവാ ഒരു വർക്കിനെ അല്ലെങ്കിൽ എന്താണ് ഒരു ടൂളിനെ അടിക്കാൻ അല്ലേ, ഫോഴ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചുറ്റിക അഥവാ ഹാമേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഒന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു വർക്ക് പീസിനെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ അടിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ട് ഒരു മെറ്റീരിയലിനെ അടിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഹാമേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു MS ഷീൽഡ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ ചിസൽ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിസലിന് മേലെ അടിക്കുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? ഹാമർ വെച്ചിട്ടായിരിക്കും. ചില അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? മെറ്റീരിയലിനെ ഡയറക്റ്റായിട്ട് ഹാമർ വെച്ചിട്ട് അടിക്കും. ദേ ആർ മെയ്ഡ് ഓഫ് ഫോർജ്ഡ് സ്റ്റീൽ ഓഫ് വേരിയസ് സൈസസ് ആൻഡ് ഷേപ്സ് ടു സ്യൂട്ട് വേരിയസ് പർപ്പസസ്. മെയിനായിട്ട് ഹാമേഴ്സ് ഫോർജ്ഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും ഹാമേഴ്സ് ഉണ്ടാക്കുന്നത് ഫോർജ്ഡ് സ്റ്റീൽ കൊണ്ടാണ്. പല മെറ്റീരിയൽ കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട്. അത് ഓരോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ആ ഹാമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഓരോ മെറ്റീരിയലിനും ചിലപ്പോൾ വ്യത്യസ്ത ഇനം ഹാമേഴ്സ് ആവും ഉപയോഗിക്കേണ്ടതിരിക്കുക. അതിനനുസരിച്ച് അതിൻ്റെ മെറ്റീരിയലിൽ വ്യത്യാസം വരും. കൂടുതലായിട്ട് എന്താണ്? ഫോർജ്ഡ് സ്റ്റീൽ കൊണ്ടാണ് ഹാമേഴ്സ് നിർമ്മിക്കുന്നത്. എ സൂറ്റബിൾ റേഞ്ച് വുഡ് ബി ഫ്രം 0.11 to 0.33 kg for light work such as clinging small rivets and dot punching. അതായത് നമ്മുടെ ചെറിയ വർക്കുകൾക്ക് അഥവാ ലൈറ്റ് വർക്കുകൾക്ക് നമ്മൾ ഏകദേശം 0.11 to 0.33 കിലോഗ്രാം വരെ, അതായത് ഒരു 110 ഗ്രാം മുതൽ 330 ഗ്രാം വരെയുള്ള ഹാമേഴ്സാണ് കൂടുതലായി യൂസ് ചെയ്യുക. ചെറിയ വർക്ക് അഥവാ ലൈറ്റ് വർക്ക് എന്ന് പറയുന്നത് ചെറിയ റിവറ്റ്സ് അതുപോലെ ഡോട്ട് പഞ്ചൊക്കെ അടിക്കുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ് ഹാമേഴ്സാണ് യൂസ് ചെയ്യുക. അതിൻ്റെ വെയിറ്റ് ഏകദേശം 0.11 കിലോഗ്രാം മുതൽ 0.33 കിലോഗ്രാം വരെ ആയിരിക്കും. അതുപോലെ നമ്മളെ ചിസലിംഗ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഹാമറിൻ്റെ വെയിറ്റ് ഏകദേശം 0.45 കിലോഗ്രാം ആയിരിക്കും. ഇത്രയാണ് 450ഓളം ഗ്രാം ആയിരിക്കും എന്ത് ചെയ്യുക? ചിസലിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഹാമേഴ്സിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഹെവി വർക്ക് എന്ന് പറഞ്ഞാൽ ചിപ്പിംഗ് പോലുള്ള ഹെവി വർക്കുകൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഹാമറിൻ്റെ വെയിറ്റ് ഏകദേശം 0.91 കിലോഗ്രാം, ഏകദേശം 1 കിലോൻ്റെ അടുത്ത് ഭാരം വരുന്ന ഹാമേഴ്സാണ് നമ്മൾ ഹെവി വർക്കുകൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുക. അതായത് ചിപ്പിംഗ് പോലുള്ള വർക്ക് ചെയ്യുന്നതിന് നമ്മൾ ഏകദേശം 0.91 കിലോഗ്രാം ഭാരമുള്ള ഹാമേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുക. അടുത്ത പോയിന്റ് നോക്കാം. The length of handles for light hammers is 200 to 260 mm. നേരത്തെ നമ്മൾ ലൈറ്റ് ഹാമേഴ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ലൈറ്റ് ഹാമറിൻ്റെ പിടി അഥവാ ഹാൻഡിലിൻ്റെ നീളം എന്ന് പറയുന്നത് 200 mm മുതൽ 260 mm വരെ, അതായത് 20 സെൻറ്റിമീറ്റർ മുതൽ 26 സെൻറ്റിമീറ്റർ നീളം വരെയാണ് എന്ത്? ലൈറ്റ് ഹാമേഴ്സിൻ്റെ ഹാൻഡിലിൻ്റെ നീളം ഉണ്ടായിരിക്കുക. ലൈറ്റ് ഹാമേഴ്സിൻ്റെ ഹാൻഡിലിൻ്റെ നീളം എത്രയാണ്? 200 mm മുതൽ 260 mm വരെയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ദ ലെങ്ത് ഓഫ് ഹാൻഡിൽ ഫോർ ഹെവി ഹാമേഴ്സ് ഈസ് 380 to 450 mm. ഹെവി ഹാമേഴ്സിൻ്റെ വെയിറ്റ് കൂടിയിട്ടുള്ള പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഹെവി ഹാമേഴ്സിൻ്റെ ഹാൻഡിലിൻ്റെ ലെങ്ത് എന്താണ്? ലൈറ്റ് ഹാമേഴ്സിനേക്കാൾ കൂടുതലായിരിക്കും. ഏകദേശം 380 മുതൽ 450 mm നീളം വരെയാണ് എന്തുണ്ടാവുക? ഹെവി ഹാമേഴ്സിൻ്റെ ഹാൻഡിലിൻ്റെ നീളം ഉണ്ടായിരിക്കുക. എത്രയാണ്? 380 മുതൽ 450 mm വരെയാണ് എന്ത്? ഹെവി ഹാമേഴ്സിൻ്റെ ഹാൻഡിലിൻ്റെ ലെങ്ത്ത് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് ഹാമേഴ്സിനെ അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരംതിരിക്കാൻ പറ്റും, അഥവാ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. ഹാമേഴ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ഓഫ് ദ പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ഷേപ്പിനനുസരിച്ച് തരംതിരിച്ചുള്ളത് നമുക്ക് നോക്കാം. ബോൾ പീൻ ഹാമർ, ക്രോസ് പീൻ ഹാമർ, സ്ട്രെയിറ്റ് പീൻ ഹാമർ, സ്ലെഡ്ജ് ഹാമർ, സോഫ്റ്റ് ഹാമർ. ഇതൊക്കെ എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഹാമേഴ്സാണ്. ഏതൊക്കെയാണ്? ബോൾ പീൻ ഹാമർ,
ക്രോസ് പിൻ ഹാമർ, സ്ട്രെയിറ്റ് പിൻ ഹാമർ, സ്ലഡ്ജ് ഹാമർ, സോഫ്റ്റ് ഹാമർ. അതിൽ നമുക്ക് ആദ്യം ബോൾ പിൻ ഹാമർ എന്താണെന്ന് നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന ഹാമറാണ് ബോൾ പിൻ ഹാമർ. ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാമറാണ് ഇത് ബോൾ പിൻ ഹാമർ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ബോൾ പിൻ ഹാമറാണ്. അപ്പോൾ എന്താണ് ബോൾ പിൻ ഹാമർ എന്ന് നോക്കാം. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഹാമർ ആൻഡ് ഈസ് സംടൈംസ് കോൾഡ് എഞ്ചിനീയേഴ്സ് ഹാമേഴ്സ് ഓർ ചിപ്പിംഗ് ഹാമർ. എന്താണ് പറയുന്നത്? ബോൾ പിൻ ഹാമറാണ് എന്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഹാമർ. ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഹാമർ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ബോൾ പിൻ ഹാമറാണ്. ഈ ഹാമറിനെ എഞ്ചിനീയേഴ്സ് ഹാമർ എന്നും ചിപ്പിംഗ് ഹാമർ എന്നും വിളിക്കാറുണ്ട്. ബോൾ പിൻ ഹാമറിൻ്റെ മറ്റു പേരാണ് എഞ്ചിനീയേഴ്സ് ഹാമർ അഥവാ ചിപ്പിംഗ് ഹാമർ എന്ന് വെക്കാം. ദ പീൻ ഹാസ് എ ഷേപ്പ് ഓഫ് ബോൾ വിച്ച് ഈസ് ഹാർഡൻഡ് ആൻഡ് പോളിഷ്ഡ്. ഈ ഒരു ഹാമറിന് ബോൾ പിൻ ഹാമർ എന്ന് പേര് വരാൻ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഭാഗം, ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആ മുകളിലുള്ളൊരു ഭാഗത്തിൻ്റെ ഷേപ്പ് ഒരു ബോൾ ആകൃതിയിൽ വന്നതുകൊണ്ടാണ് ഇതിന് ബോൾ പിൻ ഹാമർ എന്നുള്ള പേര് വരാനുള്ള കാരണം. ദിസ് ഹാമർ ഈസ് ചീഫ്ലി യൂസ്ഡ് ഫോർ ചിപ്പിംഗ് ആൻഡ് റിവറ്റിംഗ് പ്രോസസ്. ബോൾ പിൻ ഹാമർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചിപ്പിംഗ് വർക്ക് ചെയ്യുന്നതിനും അതുപോലെ റിവറ്റിംഗ് പ്രോസസ്സൊക്കെ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ബോൾ പിൻ ഹാമർ ഉപയോഗിക്കുന്നത്. ദ സൈസ് ഓഫ് ദിസ് ഹാമർ വാരീസ് ഫ്രം 0.11 to 0.91 കിലോഗ്രാം. എന്താണ് പറയുന്നത്? ബോൾ പിൻ ഹാമറിൻ്റെ സൈസ് 0.11 കിലോഗ്രാം മുതൽ 0.91 കിലോഗ്രാം, ഏകദേശം 110 ഗ്രാം മുതൽ 910 ഗ്രാം വരെ, ഏകദേശം 1 കിലോ വരുന്ന അത്ര വെയിറ്റുള്ള ബോൾ പിൻ ഹാമേഴ്സ് അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു ബോൾ പിൻ ഹാമറിൻ്റെ ഡ്രോയിങ് ചിത്രം. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. നോക്കിയാൽ മനസ്സിലാവും. പീൻ എന്നുള്ളൊരു ഭാഗമുണ്ട്, അതുപോലെ ചീക്ക് എന്നുള്ളൊരു ഭാഗമുണ്ട്, ഐ എന്നുള്ളൊരു ഭാഗം കാണാൻ പറ്റും, നെക്ക് എന്നുള്ളൊരു ഭാഗം കാണാൻ പറ്റും, താഴെ ഫേസ് എന്നൊരു ഭാഗം, അതുപോലെ സെൻറ്ററിൽ ഒരു വെഡ്ജ് എന്നൊരു ഭാഗം കാണാൻ പറ്റും. മുകളിലുള്ള ഭാഗമാണ് പീൻ. ആ പീൻ എന്നുള്ളത് ഒരു ബോളിൻ്റെ ഷേപ്പ് ആയത് കാരണമാണ് ഈ ഹാമറിന് ബോൾ പിൻ ഹാമർ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ആ ബോൾ പിൻ ഹാമറിൻ്റെ ആ സൈഡ് വെച്ചിട്ട് റിവറ്റിംഗ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സൈഡ് യൂസ് ചെയ്യുക. താഴെയുള്ള ഭാഗത്തിൻ്റെ പേരാണ് ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഫേസ് എപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കില്ല, ചെറിയൊരു കർവ്ഡ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഫേസ് നമ്മൾ ഒബ്ജക്റ്റിനെ അടിക്കാനും കാര്യത്തിനാണ് ഫേസ് ഉപയോഗിക്കുന്നത്. അതുപോലെ ചീക്ക് എന്നൊരു ഭാഗമുണ്ട്. ചീക്ക് എന്ന ഭാഗത്തിലാണ് ഈ ഹാമേഴ്സിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കുക. വെഡ്ജ് എന്നുള്ള ഭാഗം അതിൻ്റെ ഹാൻഡിൽ കടക്കുന്നതിനുള്ള ആ ഒരു സ്പേസ് ആണ്.